ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ നല്ല ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിയാണെങ്കിൽ സച്ചിയെ കാണുമ്പോൾ മാറി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഉണ്ടാക്കി വെച്ച ജ്യൂസ് സച്ചിക്ക് കൊടുക്കണം എന്നൊക്കെ അവൾ കരുതി നിൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിയുടെ അടുത്തേക്ക് വരികയാണ്. രേവതിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനാണെങ്കിൽ എന്നോട് മിണ്ടുന്നില്ല, നീയും അങ്ങനെ തന്നെയാണോ, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്തായാലും സ്നേഹിക്കുന്നവർക്ക് എത്ര വേദന ഉണ്ടാവുമെന്ന് സച്ചേട്ടന് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കുന്നില്ല എന്ന്. അച്ഛൻ മിണ്ടാത്തതിലാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയാണ് സച്ചി രേവതിയോട് ചോദിക്കുകയാണ്, ഞാൻ വരുമ്പോൾ നീയും അച്ഛനും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, സച്ചി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ അച്ഛൻ പറഞ്ഞത് എന്ന് രേവതിയോട് ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, സച്ചേട്ടൻ വരുമ്പോൾ പൈനാപ്പിൾ ചെത്തി ജ്യൂസ് അടിച്ച് കൊടുക്കണം, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോഴല്ലേ രേവതിക്ക് ആ ജ്യൂസ് സച്ചിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കേട്ട് സച്ചിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. കണ്ടില്ലേ, അച്ഛന് എന്നോടുള്ള സ്നേഹം സന്തോഷമായി എന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് സന്തോഷത്തിലാവുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ എന്ന്. അപ്പോൾ സച്ചി പറയണേ, അച്ഛൻ പറഞ്ഞുണ്ടാക്കിയതല്ലേ, വേഗം കൊണ്ടുപോവാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയാണ് രേവതിയോട്. രേവതി ഉണ്ടാക്കി വെച്ച ജ്യൂസാണെങ്കിൽ ചന്ദ്ര കുടിച്ചിട്ടും കഴിയുന്നില്ല. എത്ര ആയാലും ഞാനിത് കുടിച്ച് ഞാൻ കഴിക്കും, ഒരു തുള്ളി പോലും ഞാൻ സച്ചിക്ക് കൊടുക്കില്ല എന്ന് പറയാണ് ചന്ദ്ര. രേവതിയാണെങ്കിൽ ചന്ദ്ര കുടിച്ചുകൊണ്ടിരിക്കണ ജ്യൂസ് കണ്ടപ്പോൾ ആകെ ഞെട്ടി. അമ്മ ജ്യൂസ് എന്ന് പറയാണ് രേവതിയോട് പറയാണ്, ഇതെല്ലാം ഞാൻ കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാനിതെല്ലാം കുടിച്ചു എന്ന് ചന്ദ്ര നല്ല അഭിമാനത്തോടെ പറയാണ് രേവതിയോട്. രേവതി പറയാണ്, മദ്യപിക്കാത്തവർ ഈ ജ്യൂസ് കുടിച്ചാൽ പ്രശ്നമാവോ എന്ന് രേവതി പറയാണ്. ഇനി ചന്ദ്രക്ക് എന്ത് പറ്റുമെന്നുള്ള ആവലാതിയാണ് രേവതിക്ക്. രേവതിയാണെങ്കിൽ ചന്ദ്രയെ മാറി നിന്ന് നോക്കുകയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുന്നുണ്ടോ എന്നൊക്കെ രേവതി ശ്രദ്ധിക്കുന്നുണ്ട്. രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് മരുന്ന് കൊടുത്ത ചേച്ചിയെ അന്വേഷിച്ച്. അപ്പോൾ വഴിയിൽ കണ്ട് സച്ചിയുടെ കൂട്ടുകാരനെ കണ്ടിട്ട് രേവതിയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അയാൾ രേവതിയോട് എല്ലാ കാര്യവും തുറന്ന് പറയാണ്. സച്ചി ഇത് നിരപരാധിയാണ്, സച്ചി ഇതിലൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, ആ വീഡിയോ കള്ളമാണ് എന്നൊക്കെ ഇപ്പോൾ പറയാണ്. അപ്പോൾ രേവതി പറയാണ്, ഇതിൽ ഏതാ സത്യം ഏതാ കള്ളം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ആകെ വിഷമത്തിലാണെന്ന് രേവതി ആളോട് പറയാണ്. സച്ചിയുടെ സുഹൃത്തിനോട് രേവതി പറയാണ്, ഞാനിപ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടുകിടക്കുകയാണ്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയാണ്. അവിടെ നിന്ന് രേവതി പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആ ജ്യൂസ് കുടിച്ചതോടുകൂടി വയറ്റിൽ നിന്ന് പോയിട്ട് തളർന്ന് ആകെ വയ്യാതെ ഇരിക്കുകയാണ്. എന്നിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര നിനക്ക് പറ്റിയത് എന്ന്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടും ചന്ദ്ര ഈ വിവരം പറയുന്നില്ല. ലാസ്റ്റ് വയറ്റിൽ നിന്ന് പോയി ആകെ തളർന്ന് ചന്ദ്ര കിടന്ന് ആകെ തളർന്നു പോയി. സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചെന്നിട്ട് അമ്മ എന്ന് വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആകെ അമ്മ തളർന്നു പോയല്ലോ, ആകെ വിയർക്കുന്നുണ്ടല്ലോ, ഇനി എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു ഇളനീർ കൊടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറയാണ്. അപ്പോൾ സച്ചി ഏതായാലും അവിടെ അടുത്തുള്ള ഒരു ഡോക്ടറെ വിളിക്കാൻ പോയി. രേവതിയാണെങ്കിൽ മരുന്ന് പറഞ്ഞു കൊടുത്ത ആ ചേച്ചിയെ കാണുകയാണ്. അപ്പോൾ ആ ചേച്ചിയോട് വിവരം രേവതി പറയുന്നുണ്ട്, അമ്മ കുടിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, പ്രശ്നമാകുമെന്ന് വെച്ചാൽ നല്ല വയറിളക്കം ഉണ്ടാവും, വയറിളക്കം ഉണ്ടായി വയറുവേദനയും ഉണ്ടായിട്ട് താകെ തളർന്നു പോകും, വാടിയ ഇല പോലെ ആവുമെന്ന് പറയാണ്. അപ്പോൾ രേവതി ആ ചേച്ചിയോട് പറയാണ്, ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അമ്മ എന്നെ വെറുതെ വിടില്ല എന്ന് രേവതി പറയാണ്. അങ്ങനെ സച്ചി വിളിച്ചു വരുത്തിയ ഡോക്ടർ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രയെ പരിശോധിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് എന്താ പറ്റിയെന്ന് രവി ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഫുഡ് പോയ്സനാണ്, ഭക്ഷണത്തിൽ നിന്ന് പറ്റിയതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്